നമ്മളിപ്പോൾ എന്താ ഫിസിക്സിന്റെ അടുത്ത ചാപ്റ്ററിലോട്ടേക്ക് പോകുകയാണ്. യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. തേർഡ് ചാപ്റ്റർ ആണ് ശരിക്കും, പക്ഷെ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ഫസ്റ്റ് ചാപ്റ്റർ ഫിസിക്കൽ വേൾഡ് എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടന്റ് ചാപ്റ്റർ അല്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് വാട്ട് ഈസ് റെസ്റ്റ് ആൻഡ് വാട്ട് ഈസ് മോഷൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് റെസ്റ്റ് ആൻഡ് വാട്ട് ഈസ് മോഷൻ. റെസ്റ്റ് and motion. So ഒരു ബോഡിയുടെ പൊസിഷൻ ടൈമിനനുസരിച്ച് മാറുന്നില്ല എന്നാണെങ്കിൽ, ടൈം മാറുന്നതിനനുസരിച്ച് പൊസിഷൻ മാറുന്നില്ല, അങ്ങനെയാണെങ്കിൽ ആ ബോഡി റെസ്റ്റിലാണ് നമുക്ക് പറയാം. If the position of a body does not change with time, does not change with time, then it is at rest. അപ്പോൾ പൊസിഷൻ മാറുന്നുണ്ടെങ്കിൽ ആ ബോഡി മോഷനിലാണെന്ന് പറയാം. If the position changes with respect to time, with respect to time, then the body is in motion. Okay, then next നമുക്ക് വരുന്നത് distance and displacement. What is distance? നമ്മൾ ഈ ചാപ്റ്ററിൽ ശരിക്കും ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെയുള്ള മോഷൻ, ഫോർ എക്സാമ്പിൾ ഒരു സ്ട്രിങ്ങുമ്മ അങ്ങോട്ടും ടു ആൻഡ് ഫ്രോ മോഷൻ പോസിബിൾ ആയിട്ടുള്ള ഒരു ബീഡ്, ഒരു മുത്ത്, ഒരു ബീഡ്, ഒരു അബാക്കസിന്റെ ഒക്കെ ബീഡ്സ് കണ്ടിട്ടില്ലേ, അതേപോലെ. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റോൺ നമ്മൾ എന്ത് ചെയ്യുന്നു, ആകാശത്തേക്ക് വെർട്ടിക്കലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ത്രോ ചെയ്യുന്നു. അപ്പൊ താഴേക്ക്, അതെ, മുകളിലോട്ടേക്കും താഴേക്കും പോകുന്നത് ഒരു ട്രജക്ടറിയിലായിരിക്കും, ഒരു സ്ട്രെയിറ്റ് ലൈൻ ട്രജക്ടറിയിലൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ആണ്, അങ്ങനെയുള്ള ടൈപ്പ് മോഷൻസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഡിസ്റ്റൻസ്. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ പാത്ത് ലെങ്ത് ബിറ്റ്വീൻ 2 points. ദ ടോട്ടൽ പാത്ത് ലെങ്ത് between 2 points, അതിനാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതായിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് ഇതിലൊരു കാര്യം കൂടി ഉണ്ട്, ഇത് സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. What is meant by scalar? Only having magnitude. Direction ഇല്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. സോ രണ്ട് പോയിന്റ് നമ്മളുടെ മിനിമം ഡിസ്റ്റൻസും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇറ്റ് ഈസ് ദ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ initial and final point. Initial and final point. It is the minimum distance between initial and final point. It is the minimum distance between these 2 points. Distance between these 2 points. ഈ രണ്ട് പോയിന്റ്സിനിടയ്ക്ക് വരുന്ന മിനിമം ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. വെക്റ്റർ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് അറിയാമായിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് നോക്കുക. വെക്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ഹാവിങ് എ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ, അതിനാണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാമെങ്കിൽ, ലെറ്റ് ഇറ്റ് ബി പോയിന്റ് എ, ലെറ്റ് ഇറ്റ് ബി പോയിന്റ് ബി. ഓക്കെ, ഇതിനിടയിൽ വരുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് നമുക്ക് എടുക്കാം, സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്. ഓക്കെ, സോ
ലെറ്റ് ഇത് L1 കൊടുക്കുക ഈ ഡിസ്റ്റൻസ് ആൻഡ് ഇങ്ങനെ പോകുന്ന ഒരു പാത്ത്, ഇതിന്റെ ലെങ്ത് L2, ഇത് L3, L4, L5. ഇതില് L1, L2, L3, L4, L5 എല്ലാം എന്താണ് ഡിസ്റ്റൻസുകളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസ് തന്നെയാണ്, ബട്ട് ദ മിനിമം ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ബട്ട് L1 ഓൺലി ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ്. അതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കായിരിക്കും, ഫ്രം A to B. ഇപ്പൊ ഞാൻ ട്രാവലിംഗ് A to B ഇരിക്കുകയാണെങ്കിൽ അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ആരോ മാർക്കായിരിക്കും. B2 ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനും ആയിരിക്കും. സോ അതിന്റെ ഡയറക്ഷൻ എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞിരിക്കണം. അതാണ് ഈ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇനി ഒരു നോട്ട് ഉണ്ട്, ഒരു കാര്യം അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ എ സർക്കുലർ മോഷൻ. ഒരു കംപ്ലീറ്റ് സർക്കുലർ മോഷനിൽ വരുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? അപ്പൊ ഒരു സർക്കുലർ മോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഇതില് ഒന്ന് ജസ്റ്റ് എഴുതാം, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ സൈക്ലിക് മോഷൻ എന്ന് പറയാം. സൈക്ലിക് മോഷൻ അതായത് തുടങ്ങിയ സ്ഥലത്ത് തന്നെ ഒന്ന് അവസാനിക്കുക, ജസ്റ്റ് ലൈക്ക് എ മാരത്തൺ ഓർ എ റണ്ണിങ് കോമ്പറ്റീഷൻ. അപ്പൊ ആ ഇനീഷ്യൽ പോയിന്റ് തന്നെയായിരിക്കും ഒരു ലാപ്പിലൂടെ ഓടിയിട്ട് കംപ്ലീറ്റ് ചെയ്യണത്. സോ in such condition, as the initial and final points are same, the displacement is zero. Displacement is zero ആയിരിക്കും. ഞാൻ ഇനീഷ്യൽ ഫൈനൽ പോയിന്റ് തമ്മിലുള്ള സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്. രണ്ടും കൂടി കോയിൻസൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് എന്തായിട്ട് വരും? സീറോ ആയിട്ട് വരും. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ സൈക്ലിക് മോഷൻ ഈസ് ഓൾവേസ് സീറോ. സൈക്ലിക് മോഷൻ എന്ന് ജസ്റ്റ് പറഞ്ഞാൽ മതി. ജസ്റ്റ് ലൈക്ക് ഇപ്പൊ സർക്കുലർ മോഷൻ മാത്രമല്ല, ഇപ്പൊ എന്താണ് ഒരു സ്ക്വയർ ഫോർമേഷനിലാണ് മൂവ് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കാം. സോ ദിസ് ബോഡി സ്റ്റാർട്ടിങ് ഫ്രം എ, then to B, then to C, then to D, and then to A. Okay, so if in this picture body starts from A and ends at it, അതിൽ തന്നെ വന്ന് അവസാനിക്കുന്നു. സോ ഡിസ്പ്ലേസ്മെന്റ് is zero. ഡിസ്പ്ലേസ്മെന്റ് 0 ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി സിമിലർലി a circular motion. Okay, so let's this body starting from A and ending at A also. If the body starts and ends at A, here in circular motion complete ആക്കണമെങ്കിൽ മാത്രം എന്താ, അതായത് എയിൽ തുടങ്ങിയിട്ട് എയിൽ തന്നെ അവസാനിക്കണം. For displacement is zero. So displacement is zero. Next one, speed and velocity. Speed and velocity. Speed എന്ന് വെച്ച് കഴിഞ്ഞാൽ speed is rate of change of displacement. Rate of change of distance, not displacement, distance. Rate of change of distance ഇനെയാണ് നമ്മൾ speed എന്ന് നമ്മൾ പറയുന്നത്. So speed that is equal to change in distance divided by change in time, or simply distance by time. Distance by time. So speed എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. If only having unit എന്താ പറയുക, മീറ്റർ പെർ സെക്കൻഡ് ആണ് യൂഷ്വലി SI യൂണിറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. Velocity is rate of change of displacement. Rate of change of
ഡിസ്പ്ലേസ്മെന്റ്. വെലോസിറ്റി, അപ്പൊ ഇതെന്താണ്? ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്. സോ വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്, ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഞാൻ ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എഴുതുന്നത്, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. വെലോസിറ്റിക്ക് യൂഷ്വലി നമ്മൾ വി എന്നുള്ള ലെറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുക. സോ വി വെക്ടർ നൊട്ടേഷൻ, വെക്ടർ ആണെന്ന് കാണിക്കാൻ നമ്മൾ യൂഷ്വലി എന്ത് ചെയ്യും? ഒരു ആരോ മാർക്ക് ഇതിന്റെ മുകളിൽ ഇടും. ഈ ഏത് ക്വാണ്ടിറ്റി ആണോ വെക്ടർ അതിന്റെ മുകളിൽ നമ്മൾ ഒരു ആരോ മാർക്ക് ഇടും. സ്കെയിലർ ആണെങ്കിൽ ഒന്നും ഇടില്ല. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ ബോൾഡ് ലെറ്ററിലായിട്ടായിരിക്കും ഒരു വെക്ടറിനെ കാണിച്ചിട്ടുണ്ടായിരിക്കുക. ശ്രദ്ധിച്ചോളൂ, ഏതെങ്കിലും ലെറ്ററിന്റെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു ബാറോ അല്ലെങ്കിൽ ജസ്റ്റ് ആരോ മാർക്കോ ഉണ്ടെങ്കിൽ അതിന്റെ മീനിങ് അത് വെക്ടർ എന്നാണ്. നിങ്ങൾ അതും പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ ഇതെന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എഫ് എന്നുള്ള ലെറ്റർ ആണ്. എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആട്ടാ. എഫ് ഡിവൈഡഡ് ബൈ ടി, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഓക്കെ, യൂണിറ്റ് ഇതേപോലെ തന്നെ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ തന്നെയാണ് വെലോസിറ്റിയുടെ ഡയറക്ഷനും ഉണ്ടായിരിക്കുക. യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് തന്നെ. ഓക്കെ, നെക്സ്റ്റ് വൺ ആക്സലറേഷൻ. ആക്സലറേഷൻ ആക്സലറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. വെക്ടർ, ഇറ്റ് ഈസ് ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്പീഡ് എടുക്കാം, പക്ഷെ നമ്മൾ യൂഷ്വലി അത് ചെയ്യാറില്ല. നമ്മളെപ്പോഴും ആക്സലറേഷൻ ഒരു ഇതാക്കിയിട്ടാണ് എടുക്കുക, ഒരു വെക്ടർ ആയിട്ടാണ് എടുക്കുക. സ്കെയിലർ ആയിട്ടുള്ള ക്വാണ്ടിറ്റി വേണമെങ്കിൽ എടുക്കാം, പക്ഷെ നമ്മൾ യൂസ് ചെയ്യാറില്ല. ഇറ്റ് ഈസ് time rate of change of velocity. Okay, so acceleration equals change in velocity by change in time. Change in time. So നമുക്ക് a which is equal to a ആണ് acceleration use ചെയ്യുന്ന notation. Delta v, change in velocity by delta t. അല്ലെങ്കിൽ ജസ്റ്റ് v by t എന്ന് യൂസ് ചെയ്യാം, പക്ഷെ ഞാൻ ഇവിടെ delta t or delta v by t. Here t is time taken for velocity change. Time taken for velocity change. Suppose u എന്ന ഇനീഷ്യൽ വെലോസിറ്റിയിലാണ് ഒരു ബോഡി മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. Suppose a body changes its velocity from u to v. u എന്ന് പറഞ്ഞ ഇനീഷ്യൽ വെലോസിറ്റി, v എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി. Then what if a acceleration എന്ന് വെച്ച് കഴിഞ്ഞാൽ delta v by t, that is equal to delta v എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം. സോ നമുക്ക് v മൈനസ് u ബൈ ടി എന്ന് കൊടുക്കാം. സോ മാഗ്നിറ്റ്യൂഡ് മാത്രമാണെങ്കിൽ, മാഗ്നിറ്റ്യൂഡ് കാണിക്കാൻ നമ്മൾ ഇങ്ങനെ കാണിക്കുക. മാഗ്നിറ്റ്യൂഡ് മാത്രമാണെങ്കിൽ ഓർ ജസ്റ്റ് സിംപ്ലി a എന്ന് മാത്രം ഇട്ടാൽ മതി. ഈക്വൽ ടു v മൈനസ് u ബൈ ടി എന്ന് കൊടുക്കാം. അതിന്റെ മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ ഇല്ല, ഒന്നും പറയുന്നില്ല, ഓൺലി അതിന്റെ വാല്യൂ മാത്രമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നമുക്ക് കാണിക്കാം. ഓക്കെ, അപ്പൊ a equal to v minus u by t ഇക്വേഷൻ ആവും കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഇപ്പൊ നമുക്ക് ഈ ആരോ മാർക്ക് എന്തായാലും യൂസ് ചെയ്യണം. ഇനി യൂണിറ്റ് എന്താണ് വരുന്നത്? യൂണിറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു വെലോസിറ്റിയുടെ യൂണിറ്റ് ഇവിടെ മീറ്റർ പെർ സെക്കൻഡ്. സോ മീറ്റർ പെർ സെക്കൻഡ് ബൈ സെക്കൻഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഓർ മീറ്റർ സെക്കൻഡ് റൈസ് ടു -2 എന്ന് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. A cyclist moving with uniform speed in a circular track of radius 50 meter. 50 meter radius ഉള്ള ഒരു സർക്കുലർ ട്രാക്കിൽ കൂടെ അയാൾ എന്താണ് മൂവ് ചെയ്യാണ്. 50 meter
യൂണിഫോം സ്പീഡ് നമ്മൾ ജസ്റ്റ് പറയേണ്ടത് വിത്ത് സ്പീഡ് ഒരു 10 മീറ്റർ പെർ സെക്കൻഡോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. 10 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ്. ഓക്കെ, വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് and velocity at 3/4 points. 3/4 points. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതെന്താ മീൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈക്ലിസ്റ്റ് ഇപ്പോൾ ഈ ഒരു പാത്തിൽ കൂടെയാണ് മൂവ് ചെയ്യുന്നത്. അതിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ പോയിന്റിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ ഈ എ എന്ന് പറഞ്ഞ പോയിന്റിലാണ് തുടങ്ങിയിരിക്കുന്നത്. 4 ക്വാർട്ടർ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ, ബി, സി ആൻഡ് ഡി. ഇതാണ് 4 ക്വാർട്ടർ പോയിന്റുകൾ. ഓക്കെ, അപ്പൊ അത് വേണമെങ്കിൽ ഞാൻ ഒരു കുരിശ് പോലെ വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് 4 ക്വാർട്ടർ പോയിന്റുകൾ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബി, സി, ഡി ഈ 3 പോയിന്റിലത്തെ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും ആൻഡ് ഒരെണ്ണം കൂടി ഡിസ്റ്റൻസും സ്പീഡും കൂടി കാൽക്കുലേറ്റ് ചെയ്തോ. അതും കൂടി കാൽക്കുലേറ്റ് ചെയ്തോ. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ സ്പീഡും വെലോസിറ്റിയും ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ അറ്റ് ബി അപ്പൊ നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ ഡിസ്പ്ലേസ്മെന്റ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ഇവിടേക്ക് ഒരു ഇത് വരയ്ക്കുന്നുണ്ട്. എ ടു ബി ഇതല്ല ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് വരാം. ആൻഡ് ഇതാണ് എ ടു സി വരുന്ന ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഇത് എ ടു ഡി വരുന്ന ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അറ്റ് ബി ബിയിലത്തെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എയിൽ നിന്നും ബിയിലോട്ടേക്ക് മൂവ് ചെയ്ത് ഇതിലൊരു ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട്. സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡിന്റെ ആവശ്യം വരുന്നില്ല. ഈ ഒരു ഭാഗം ഞാൻ ജസ്റ്റ് ചെയ്ത് മാക്കിണ്ട്, കാരണം ഞാൻ അത് ഉണ്ടാക്കിയപ്പോൾ ഞാൻ നോക്കിയില്ല. 50 meter completes in 5 minutes. 5 മിനിറ്റ് കൊണ്ട് ഇയാൾ എന്ത് ചെയ്യാണ്? കംപ്ലീറ്റ് ചെയ്യാണ്. അതായത് എയിൽ നിന്നും എയിലേക്ക് എത്താൻ, എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിലോട്ടേക്ക് എത്താൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 5 minutes. 5 minutes എന്ന് വെച്ചാൽ 300 seconds ആണ് എന്ത് ചെയ്യുന്നത്? അയാൾ എടുക്കുന്നത്. അപ്പൊ ഇതിൽ നോക്കാം. അപ്പൊ എ ടു ബി വരെ എടുക്കണ 4 minutes ആണ് എടുക്കുന്നത്. കാരണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എക്സാമ്പിൾ പ്രോബ്ലം ആണ്. അപ്പൊ പെട്ടെന്ന് അത് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനാണ് 4 minutes ആണ് എടുക്കുന്നത്. അപ്പൊ എയിൽ നിന്നും ബിയിലോട്ടേക്ക് എടുക്കുന്ന ടൈമും ബിയിൽ നിന്ന് സിയിലോട്ടേക്ക് എടുക്കുന്ന ടൈമും സിയിൽ നിന്ന് ഡിയിലോട്ടേക്ക് എടുക്കുന്ന ടൈമും ഡിയിൽ നിന്ന് എയിലോട്ടേക്ക് എടുക്കുന്ന ടൈമും എന്താണ്? സെയിം ആണ്. അപ്പോൾ ഇവിടെ ടൈം ടേക്കൺ ഫ്രം എ ടു ബി, ബി ടു സി, സി ടു ഡി and D to A are same. Then 4/4 minutes equal to 1 minute ആണ് എടുക്കുക. ഓക്കെ, എയിൽ നിന്ന് ബിയിലോട്ടേക്ക് 1 minute, ബിയിൽ നിന്ന് സിയിലോട്ടേക്ക് 1 minute, സിയിൽ നിന്ന് ഡിക്ക് 1 minute, ഡിയിൽ നിന്ന് എ. യൂണിഫോം സ്പീഡാന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഈക്വൽ ടൈം ഇന്റർവെൽ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇയാൾ മൂവ് ചെയ്യുന്നത്. അപ്പൊ എ ടു ബി ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ആർക്ക് ഓഫ് ക്വാർട്ടർ സർക്കിൾ. അതായത് ഈ എ തുടങ്ങിയിട്ട് ഈ ആർക്കിന്റെ ലെങ്ത്, ഈ ബ്ലൂ ആർക്ക് ലെങ്ത് ആണ് എന്തായിട്ട് വന്നിരിക്കുന്നത്? അയാൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു
എന്താണ് പെരിമീറ്റർ ബൈ 4, പെരിമീറ്റർ ബൈ 4 that is equal to പെരിമീറ്റർ എന്താ വരിക 2 pi r, 2 into 2 pi r by 4 that is equal to ഈ 2 ഉം 4 ഉം കൂടി വെട്ടി കളഞ്ഞു കഴിഞ്ഞാൽ pi r divided by 2 എന്ന് വന്നു. that is equal to pi into radius 50 മീറ്റർ അല്ല വന്നിരിക്കുന്നത്, 50 by 2 that is equal to 25 pi meter എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 into pi ന്റെ വാല്യൂ 3.14 equals 78.5 meter. അപ്രോക്സിമേറ്റ് ചെയ്തെടുത്താൽ മതി. 78.5 മീറ്റർ ആണ് അയാൾ ട്രാവൽ ചെയ്തിരിക്കുന്നത്. ദെൻ സ്പീഡ് എന്താ വരിക ഡിസ്റ്റൻസ് ബൈ ടൈം, ഡിസ്റ്റൻസ് ബൈ ടൈം that is equal to 78.5 by ടൈം എത്ര വന്നിരിക്കുന്നത് 1 മിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെക്കൻഡ്സിലേക്ക് ആക്കണം, 60 seconds that is equal to 78.5 divided by 60 equals 1.308 meter per second. ഒരു സെക്കൻഡില് 1.308 മീറ്റർ എന്നുള്ളതാണ് എന്ത് അയാളുടെ സ്പീഡ് വന്നിരിക്കുന്നത്. ഇനി ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരാം, ഈ ഗ്രീൻ കളറിൽ കണ്ടിരിക്കുന്ന എ ബി എന്ന് പറയുന്ന സ്ട്രേറ്റ് ലൈൻ ആണ്. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ ഇത് 50 മീറ്റർ ആണ്, ഇതും എന്താണ് 50 മീറ്റർ ആണ്. ഈ ട്രയാങ്കിൾ നമ്മൾ എന്ത് ചെയ്യുക കൺസിഡർ ചെയ്ത് നോക്കാം. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം ഒരു പൈത്തഗോറസ് ട്രയാങ്കിൾ ആയിട്ട് എടുക്കാം. അപ്പൊ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആൻഡ് ലെറ്റ് ദിസ് പോയിന്റ് ബി ഒ, ഇത് നമ്മൾ ഒ ആയിട്ട് എടുക്കുക. അപ്പൊ എ ഒ ബി എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോടെന്യൂസ് ആണ് എന്ത് ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് വിച്ച് ഈസ് ഈക്വൽ ടു hypotenuse of triangle AOB that is equal to root of by the perpendicular base വന്നിരിക്കുന്നത് 50 മീറ്റർ വെച്ചിട്ടാ, 50 സ്ക്വയർ പ്ലസ് 50 സ്ക്വയർ that is equal to 50 root 2 ആണ് നമുക്ക് വാല്യൂ വരിക. that is equal to root 2 ന്റെ വാല്യൂ 1.414 ആണ്. so 50 into 1.414 equals 70.7 meter ആണ് ഡിസ്പ്ലേസ്മെന്റ്. വെലോസിറ്റി ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം that is equal to 70.7 divided by 60 seconds that is equal to 70.7 by 60 equals 1.178 meter per second. ഇനി at C നിങ്ങളിത് എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഇതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നല്ലോ, പിന്നെ കുഴപ്പമില്ല. സിയിൽ നോക്കിയേ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബ്ലൂ ആർക്ക്, ഈ ബ്ലൂ സെമി സർക്കിൾ ആണ് വരിക. അപ്പൊ അത് 2πr/2 ആണ് വരിക കേട്ടോ. at C distance that is equal to 2πr/2 that is equal to pi r that is equal to pi into 50 അതായത് 50 pi that is equal to 50 into 3.14 equals 157 meter ആണ് ഡിസ്റ്റൻസ് വന്നിരിക്കുന്നത്. സ്പീഡ് that is equal to distance by time. The distance നമുക്ക് വന്നിരിക്കുന്നത് 157 meter divided by time എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കാം A to B 1 minute, B to C 2 minutes ആണ് വന്നിരിക്കുന്നത്. അപ്പൊ 2 into 60 120 seconds, 120. so 157 സെയിം വാല്യൂ തന്നെയാണ് നമുക്ക് വരിക. 157 divided by 120 equals 1.308. കണ്ടോ, കാരണം അത് യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞിട്ട് 1.308 meter per second. ഡിസ്പ്ലേസ്മെന്റ് എന്താ വരിക? ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
എയിൽ നിന്ന് ബിയിലോട്ടേക്ക് എയിൽ നിന്ന് സിയിലോട്ടേക്കുള്ള സ്ട്രേറ്റ് ലൈൻ പാത്താണ്. അതായത് 50 മീറ്റർ O to C 50 മീറ്റർ, AO 50 മീറ്റർ, OC 50 മീറ്റർ, രണ്ടും കൂടി ആണെന്ന് 100 മീറ്റർ. ഡിസ്പ്ലേസ്മെന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 100 മീറ്റർ. വെലോസിറ്റിയോ velocity which is equal to displacement by time, that is 100 divided by 120, that is equal to 100 divided by 120 equals 0.833 meter per second. Okay, കണ്ടോ വാല്യൂ കുറഞ്ഞു. ഇനി HD ഡിസ്റ്റൻസ് നമുക്ക് വന്നിരിക്കുന്നത് എന്താണ്, ഇവിടം തൊട്ട് ഇവിടം വരെ എത്രയായിരുന്നു? ഒരു 1 മിനിറ്റ് 78.5 ആയിരുന്നു. എയിൽ നിന്ന് സിയിലോട്ടേക്ക് 78.5 into 2. എയിൽ നിന്ന് ഡിയിലോട്ടേക്ക് വരുമ്പോൾ ഈ AB എന്ന് പറയുന്ന ലെങ്ത്തിന്റെ 3 ടൈംസ് വരും. ഈ ആർക്ക് പ്ലസ് ഈ ആർക്ക് പ്ലസ് ഈ ആർക്ക്. എന്റെ മൗസ് പോയിന്റർ നോക്കാം. A to B, then B to C, then C to D. അപ്പോൾ 3 ടൈംസ് ഓഫ് 78.5 ആണ് വരിക. അപ്പോൾ 3 into 78.5, that is equal to 3 into 78.5 equals 235.5. 235.5 മീറ്റർ ആണ് വരിക. സ്പീഡ് മുമ്പ് കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ 1.405 ആണ്. 1.308 മീറ്റർ പെർ സെക്കൻഡ്. ചേഞ്ച് ഒന്നുമില്ല. ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എയിൽ നിന്ന് ഡിയിലോട്ടേക്കുള്ള സ്ട്രേറ്റ് ലൈൻ പാത്താണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ AODയുടെ ഹൈപ്പോട്ടന്യൂസ് ഓഫ് ട്രയാങ്കിൾ AOD, that is equal to നമ്മൾ 50√2 നമ്മൾ ചെയ്തതാണ്. 50√2 ഇവിടെ 70.7 മീറ്റർ. വെലോസിറ്റിയോ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, that is equal to 70.7 divided by ഇവിടെ 3 മിനിറ്റ്സ് ആണ് അതിന് എടുക്കുന്നത്. അപ്പോൾ 3 മിനിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 16 to 3 180, that is equal to 70.7 divided by 180 equals 0.392 and 0.393 എന്നെടുക്കാം. 0.393 meter per second. At final point A എന്ന് വെച്ചാൽ അവിടെ ഡിസ്റ്റൻസ് വരിക 2πr ആണ് വരിക. ടോട്ടല് ഡിസ്റ്റൻസ് ഇത് വരും. അതിന്റെ സർക്കിളിലെ പെരിമീറ്റർ വരും 4 into 78.5. 4 ടൈംസ് ആർക്ക് ലെങ്ത്തിന് 4 ടൈംസ് ആണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് 2πr വെച്ച് ചെയ്താലും മതി. 314 മീറ്റർ ആണ് നമുക്ക് കിട്ടുക. സ്പീഡ് കേവലം 1.308 മീറ്റർ പെർ സെക്കൻഡ് തന്നെ. ഡിസ്പ്ലേസ്മെന്റ് ഇനീഷ്യൽ ഫൈനൽ പോയിന്റ് സെയിം ആയിട്ടുള്ള കാരണം 0 മീറ്റർ. സോ വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡ്. സോ ഇതാണ് ഈ 4 പോയിന്റുകളുടെ. ശരിക്കും A ചോദിച്ചിട്ടില്ല, ശരിക്കും ABCD എയും കൂടി നമ്മൾ കാണണം. ബിയും സിയും ഡിയും മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ ABCയുടെ ടോട്ടൽ 4 പോയിന്റിൽ നമ്മൾ കണ്ടു. ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിലൊരു കാര്യം അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആവറേജ് വെലോസിറ്റി. ഇതൊരു ഇക്വേഷൻ ആട്ടോ. ആവറേജ് വെലോസിറ്റി that is equal to note
total displacement by total time. അതാണ് ആവറേജ് വെലോസിറ്റി വരുന്നത്. ആവറേജ് സ്പീഡോ, ആവറേജ് സ്പീഡ് that is equal to total distance by total time. Total distance by total time. Okay. നമുക്ക് ഈ ആവറേജ് വെലോസിറ്റിയുടെ ഒരു പ്രോബ്ലം നമുക്ക് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഒരു പ്രോബ്ലം ചോദിച്ചിരിക്കുന്നതാണ്, if a car travels half the distance with 30 meter per second, and next half distance by 40 meter per second in a straight line. What is his average velocity? എന്താണ് അയാളുടെ ആവറേജ് വെലോസിറ്റി? അതായത് ഈ ബോഡി സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് നമ്മൾ അസ്യൂം ചെയ്യാം. ഓക്കെ, ഇതില് the car is traveling from A and the midpoint is B and ending at C. Okay, total length, total distance B, നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു എക്സോ അല്ലെങ്കിൽ വൈയോ അങ്ങനെ എടുക്കാം. പക്ഷെ എ ടു ബി എന്ന് പറഞ്ഞ ലെങ്ത് ഞാൻ എക്സും റിമൈനിങ് എക്സ് എടുക്കണതാണ്. ഞാൻ ഇപ്പോൾ 2x ആയിട്ട് എടുക്കുന്നുണ്ട്. കാൽക്കുലേഷൻ ഒന്ന് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ് എടുക്കാം, പ്രശ്നമൊന്നുമില്ല. ടോട്ടൽ ഡിസ്റ്റൻസ് ബി 2x. അപ്പൊ ഇവിടെ എ ടു ബി എക്സ് ആൻഡ് ബി ടു സിയും എക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഫ്രം എ ടു ബി, എയിൽ നിന്ന് ബിയിലോട്ടേക്ക് ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു എക്സ് ആണ് വന്നിരിക്കുന്നത്. വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ എക്സ് മീറ്റർ. സോ ടൈം അപ്പം എന്താ വരാ, ടൈം ടേക്കൺ ഈക്വൽ ടു T1 എന്ന് കൊടുക്കുന്നത്. എയിൽ നിന്ന് ബിയിലോട്ടേക്കുള്ള ടൈമും ബിയിൽ നിന്ന് സിയിലോട്ടേക്കുള്ള ടൈം ഡിഫറെന്റ് ആയിരിക്കും. എയിൽ നിന്ന് ബിയിലോട്ടേക്കുള്ളത് കൂടുതലായിരിക്കും, കാരണം വെലോസിറ്റി കുറവാ. ബിയിൽ നിന്ന് സിയിലോട്ടേക്കുള്ളത് കുറവായിരിക്കും. സോ T എന്ന് പറയുന്നത്, T1 എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി ആണ്. ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ എക്സ് ഡിവൈഡ് ബൈ വെലോസിറ്റി ഇവിടെ വന്നിരിക്കുന്നത് 30. ഇത്രയും സെക്കൻഡ്സ് ആണ് നമുക്ക് കിട്ടുക. ഫ്രം ബി ടു സി ഡിസ്പ്ലേസ്മെന്റ് എക്സ് മീറ്റർ, വെലോസിറ്റി 40 മീറ്റർ പെർ സെക്കൻഡ്സ്, ടൈം നമ്മൾ T2 ആണ് കൊടുക്കുന്നത്. T2 that is equal to displacement by velocity that is equal to x by 40 seconds. So average velocity എന്ന് വെച്ച് കഴിഞ്ഞാൽ total displacement by total time. So V average എന്ന് വെച്ചാൽ total displacement x plus x 2x divided by total time എന്ന് പറയുന്നത് x by 30 plus x by 40 that is equal to 2x by cross multiplication ചെയ്താല് 4x into 40 40x 40x plus 30x divided by 3 into 4 12200 1200. ഈ 1200 മുകളിലോട്ടേക്ക് പോകും. റെസിപ്രോക്കേറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാം. 2x into 1200 divided by 40 plus 30 70x എന്ന് വെച്ചിട്ട് വന്നു. ഈ എക്സും കട്ട് ചെയ്ത് കളയാം. 270 35 ടൈംസ്. സോ 1200 by 35 എന്ന് കിട്ടി. So that is equal to 1200 divided by 35 meter per second. That is equal to 1200 divided by 35
equals 34.286 meter per second. ഇതാണ് ആവറേജ് വെലോസിറ്റി. ഇതേപോലെ വേറൊരു ടൈപ്പ് പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. During his half time of journey, a car travels with 30 meter per second and remaining half time with 40 meter per second. What is his average velocity? അയാൾ സ്ട്രേറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നത്. ഈ രണ്ട് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരേപോലെ തോന്നും, പക്ഷെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. മറ്റേത് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ഡിസ്റ്റൻസ് ആണ് 13-14 മീറ്റർ പെർ സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ നിന്നും കൊച്ചിയിലോട്ടേക്ക് നമ്മൾ 70 കിലോമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ 35 കിലോമീറ്റർ ആദ്യം 30 മീറ്റർ പെർ സെക്കൻഡിലും റിമൈനിങ് 35 കിലോമീറ്റർ നമ്മൾ 40 മീറ്റർ പെർ സെക്കൻഡിലും ട്രാവൽ ചെയ്യും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതല്ല. ഇവിടെ നിന്നും കൊച്ചിയിലോട്ടേക്ക് നമുക്ക് ഒരു 3 മണിക്കൂർ ട്രാവൽ ഉണ്ടെങ്കിൽ ആദ്യത്തെ 1.5 മണിക്കൂർ 30 മീറ്റർ പെർ സെക്കൻഡും റിമൈനിങ് 1.5 മണിക്കൂർ 40 മീറ്റർ പെർ സെക്കൻഡിലാണ് വരുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് മാറും. കാരണം ഇവിടെ ടൈം ഇൻറ്റു വെലോസിറ്റിയാണ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് വരിക. നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കൺസിഡർ ചെയ്യാം. അപ്പൊ എന്തുണ്ടാവും വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് തന്നെ ഡിസ്പ്ലേസ്മെന്റ് കുറവായിരിക്കും. കാരണം കുറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് കുറഞ്ഞ വെലോസിറ്റിയിലാണല്ലോ ട്രാവൽ ചെയ്യുന്നത്. രണ്ടാമത് കൂടുകയും ചെയ്യും. സോ ഇവിടെ ഈ പിക്ചർ നമ്മൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇതില് സ്റ്റാർട്ടിംഗ് പോയിന്റ് എ കറക്റ്റ് മിഡ് പോയിന്റിലാവില്ല. ബി എന്ന് പറയുന്നത് കുറച്ച് ലെങ്ത് കുറവ്, എ ബി എന്ന് പറയുന്നത് റിമൈനിങ് ബി സിനേക്കാളും എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പൊ എ ബി എന്ന് പറയുന്ന ലെങ്ത് L1, ഡിസ്പ്ലേസ്മെന്റ് L1, ബി സി എന്ന് പറയുന്നത് നമ്മൾ L2 ആയിട്ട് എടുക്കുക. ഫോർ എ ബി ടൈം ടേക്കൺ നമ്മൾ T സെക്കൻഡ്സ് ആയിട്ട് കൊടുക്കുക. വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ്. സോ ഡിസ്പ്ലേസ്മെന്റ് അപ്പൊ എന്താ വരിക? ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം ഈക്വൽ ടു 30 ഇൻറ്റു ടി, 30t എന്ന് കൊടുക്കാം. ഫോർ ബി സി ടൈം ടേക്കൺ T സെക്കൻഡ്സ് തന്നെ, വെലോസിറ്റി 40 മീറ്റർ പെർ സെക്കൻഡ്സ്. ഡിസ്പ്ലേസ്മെന്റ് അപ്പൊ എന്ത് വരും? വെലോസിറ്റി ഇൻറ്റു ടൈം ദാറ്റ് ഈസ് ഈക്വൽ ടു 40t ആയിട്ട് വന്നു. അപ്പൊ അവിടെ വി ആവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. So V average that is equal to 30t plus 40t divided by total time is in T plus T. രണ്ടും സെയിം ടൈം ആണല്ലോ വരുന്നത്. അപ്പൊ 70t divided by 2t, t കട്ടി കളഞ്ഞു, ബാക്കി വരാം 70/2 that is equal to 35 meter per second. അങ്ങനെ രണ്ട് പ്രോബ്ലം ചെറിയ വ്യത്യാസമുള്ള കാരണം അതുകൊണ്ട് 34.286 35 അല്ല വന്നത്, പക്ഷെ ഇത് കറക്റ്റ് 35 ആയിട്ട് വന്നു. 30ലും 40ലും ഹാഫ് ആണ് 35 വരുന്നത്. സോ ഈ ആവറേജ് വെലോസിറ്റി എപ്പോഴും തെറ്റിക്കുന്ന ഒരു സാധനമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതില് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റും ടോട്ടൽ ടൈമും കാൽക്കുലേറ്റ് ചെയ്യണം. ഹാഫോ അല്ലെങ്കിൽ 1/3 ഓഫ് ദ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഗ്രാഫുകൾ, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, അതിനെ കുറിച്ചൊക്കെയാണ് പഠിക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ന്യൂട്ടന്റെ 3 മോഷൻ ഓഫ് ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പഠിക്കും. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചോളൂ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെക്കാനിക്സിന്റെ ഒരു ചാപ്റ്റർ ആണ്. ഫിസിക്സിന് നമുക്ക് പല പാർട്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. മെക്കാനിക്സ്, ഇലക്ട്രോഡൈനാമിക്സ്, ഫോട്ടോണിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്, നാനോ ടെക്നോളജി, അങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം.
അതിൽ മോഷനെ കുറിച്ച് പറയുന്ന ചാപ്റ്റർ ആണ് മെക്കാനിക്സ്. ആ മെക്കാനിക്സിന്റെ ഒരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് മോഷൻ ഇൻ 1 dimension. സംഗതി വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്, പക്ഷെ ഇത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായാലേ ബാക്കി വരുന്ന മെക്കാനിക്സിലെ ചാപ്റ്റേഴ്സ് മോഷൻ ഇൻ 2 dimension, റൊട്ടേഷൻ മോഷൻ, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആൻഡ് ഫോഴ്സ്, വർക്ക് എനർജി, വർക്ക് പവർ എനർജി, ആ ചാപ്റ്റർ ഒക്കെ മനസ്സിലാകണമെങ്കിൽ ഈ ചാപ്റ്റർ നന്നായിട്ട് പോകണം. സോ നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ടിൽ നെക്സ്റ്റ് ക്ലാസ്, ബൈ ബൈ.